വീണ്ടും ഒരു റബീഉൽ അവ്വൽ മാസത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ്. റബീഉൽ അവ്വൽ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴൊക്കെ മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ ജനനവും ജീവിതവും മരണവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെയും പിന്നെയും ഓർത്തെടുക്കുന്ന സന്ദർഭങ്ങളാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ആദരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിത്വം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. റബീഉൽ അവ്വൽ, റബീഅ എന്ന പദത്തിന്റെ അർത്ഥം വസന്തം എന്നാണ്. വസന്തം വന്നാൽ സസ്യങ്ങളിലൊക്കെ പൂക്കളുണ്ടാകും. ആ പൂക്കളിലൊക്കെ സുഗന്ധമുണ്ടാകും. അതിന്റെ പരിമളം അതിന്റെ ചുറ്റുപാടുകളെ സുഗന്ധപൂരിതമാകും. എന്നല്ല, വസന്തം വന്നു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലുണ്ടാകുന്ന ഇളം കാറ്റുകൾ ആ പൂക്കളുടെ സൗരഭ്യം കൊണ്ട് ചുറ്റുപാടുകളിലെ ദുർഗന്ധങ്ങളെ മുഴുവൻ മറികടക്കും. വസന്തത്തെക്കുറിച്ച് ഒരുപാട് വാക്കുകളിലൂടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും, വർണ്ണിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ഒരു വസന്തമാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപാട് ദുർഗന്ധങ്ങളെ ഇല്ലാതാക്കുന്ന സുഗന്ധം, ഒരുപാട് ഇരുട്ടുകളെ വകഞ്ഞു മാറ്റുന്ന പ്രകാശ ഗോപുരം. വിശുദ്ധ ഖുർആനിന്റെ ശൈലിയിൽ തന്നെ പറഞ്ഞാൽ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വ സിറാജൻ മുനീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതവും ഏറ്റവും ഗാംഭീര്യവുമേറിയ ഒരു വർത്തമാനമാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. തീർച്ചയായും ഞാൻ താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദൻ എന്നതാണ് ഒന്നാമത്തെ സവിശേഷത. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി എന്നാണ്. ആർക്കാണ് സാക്ഷി എന്ന് ചോദിച്ചാൽ, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും സാക്ഷിയായി മാറല്ല. ഖുൽ യാ അയ്യുഹന്നാസ്, പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് പറയണം. സൂറത്തുൽ അഅറാഫിലെ 158ാമത്തെ സൂക്തം ഞാൻ ആദ്യം പാരായണം ചെയ്തു വെച്ചതാണ്. പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് പറയുക, വിശ്വാസികളോട്, മുസ്ലിം സമൂഹത്തോടല്ല. മുസ്ലിം സമൂഹത്തോട് ഈ വർത്തമാനം നിങ്ങൾ പറയേണ്ടതില്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരോടും ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. ആരുടെ പ്രവാചകൻ? അള്ളാഹുവിന്റെ പ്രവാചകൻ. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു. അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ ഖാത്തിമുൻ നബിയീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെ വിശുദ്ധ ഖുർആൻ പേര് പരാമർശിച്ച 25 പ്രവാചകന്മാരും പേര് പരാമർശിച്ചിട്ടില്ലാത്ത വിവിധ കാലങ്ങളിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ സാധാരണ മനുഷ്യരിൽ നിന്ന് ഈ പ്രവാചകന്മാരാകുന്ന മനുഷ്യർക്കുള്ള സവിശേഷത എന്ന് പറയുന്നത്
ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറഞ്ഞേക്കുക, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഭൂമിയിലൂടെ നടക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, ഉറങ്ങുന്ന, കുടുംബജീവിതം നയിക്കുന്ന എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ ദൗർബല്യങ്ങളും ചാബല്യങ്ങളും എല്ലാം ഉൾച്ചേരുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനിൽ നിന്ന് എനിക്കുള്ള സവിശേഷത എന്ന് പറയുന്നത് യൂഹ ഇലയ്യ, എന്നിലേക്ക് വഹി അവതരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരും അള്ളാഹുവും തമ്മിലൊരു രഹസ്യ ബന്ധം നിലനിൽക്കുന്നു. ആ ബന്ധം എന്ന് പറയുന്നത് വഹിയിലൂടെയുള്ള ബന്ധമാണ്. ഭൂമിയിലെ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിലെ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളെയും, മനുഷ്യ ജീവിതത്തിന്റെ ഓരോ ഇഴയണക്കങ്ങളെയും ചേർത്ത് വെക്കാൻ അള്ളാഹുവിൽ നിന്ന് പഠിപ്പിക്കുന്ന, പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന, വഹി ലഭിക്കുന്നതിലൂടെ സവിശേഷമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഓരോ പ്രവാചകന്മാരും അതാത് കാലഘട്ടത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, അതാത് പ്രദേശങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, ചില പ്രത്യേക ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാർ കഴിഞ്ഞുപോയത്. പക്ഷെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, വിമോചനത്തിന്റെ പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. എന്ന് വേണ്ട ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ കാണിച്ചു തരാനുള്ള ഏറ്റവും നല്ല റോൾ മോഡലാണ് അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഒന്നും നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ റബീഉൽ അവ്വൽ വന്നപ്പോഴേക്കും നമ്മുടെയൊക്കെ നാടുകളിലെ പല പള്ളികളും വർണ്ണശബളമായ ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി പ്രത്യേകം ചില കമ്മിറ്റികളൊക്കെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് പണം കണ്ടെത്താനും എന്തെല്ലാം പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്നതിനെ കുറിച്ച് ആലോചിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയില്ല. ഹത്ത അഹബ്ബ ഇലൈഹി, അവന്റെ സ്നേഹം എന്നിലേക്കായി തീരണം. അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്നേഹിക്കണം. ഏതുവരെ? മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ എന്നല്ല, അവൻ സ്നേഹിക്കുന്ന മറ്റെന്തിനേക്കാളും ഉപരിയായ സ്നേഹം അള്ളാഹുവിന്റെ റസൂലിനോടാകണം. പക്ഷെ ആ സ്നേഹം ഇങ്ങനെ മാലബൾബ് തൂക്കിയല്ല. ആ സ്നേഹം ഇങ്ങനെ കുറെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടും മൗലൂദ് ഓതിയിട്ടും കുറെ പ്രകടനാത്മകമായ ഏതാനും ചില മാസങ്ങളിലും ആഴ്ചകളിലും ദിവസങ്ങളിലും ഒക്കെ നീണ്ടു നിൽക്കുന്ന ചില കെട്ടുകാഴ്ചകളിലല്ല അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ല. ആ സ്നേഹത്തിന് വിശുദ്ധ ഖുർആനിൽ മാതൃകയില്ല. ആ സ്നേഹത്തിന് സഹാബാക്കളുടെ ജീവിതത്തിൽ മാതൃകയില്ല. ആ സ്നേഹത്തിന്റെ മാതൃക തെരഞ്ഞു പോകേണ്ടത് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അത് പിന്നീട് ഞാൻ സൂചിപ്പിക്കാം. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം ലോകത്തിന് മുഴുവനും മാതൃകയായി നിയോഗിക്കപ്പെട്ട ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദൂതനായി മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ എന്ന് താങ്കൾ പറഞ്ഞേക്കണം. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ആ മുഴുവൻ മനുഷ്യരിലേക്കും, അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾക്കൊരു ശുമൂലിയത്തുണ്ട്, ഒരു ഉമൂമിയത്തുണ്ട്, ഒരു ഉമൂലിയത്തുണ്ട് എന്ന് കാണാൻ കഴിയും. അതിനൊരു സമഗ്രതയുണ്ട്. മറ്റ് പ്രവാചകന്മാരുടേതുപോലെ അല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമാണ്.
അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് വിശാലമായി നമ്മൾ പഠിക്കേണ്ടി വരുന്നു. 28 ആളുകളെ ആസാമിൽ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ, പൗരത്വം ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന ഒരു റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരു പ്രവാചകനെ കാണാൻ കഴിയും. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവന്റെ അഭിമാനവും സമ്പത്തും ജീവനും പവിത്രമാണ് എന്ന് മുഴുവൻ മനുഷ്യവംശത്തോടും അറഫ മൈതാനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോ കാലഘട്ടങ്ങളിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു വർത്തമാനം, അഥവാ നല്ല മനോഹരമായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ സമകാലിക സമസ്യകൾക്ക് പുണ്യ റസൂലിന്റെ പൂരണം എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയാത്ത, നമുക്ക് ഇല്ലാത്ത, മാതൃകയില്ലാത്ത, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന് ചുരുക്കം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചേർത്ത് വെക്കുന്നത്, വമാ അർസൽനാ ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ബഷീറൻ വനദീറ, ഷാഹിദ് മാത്രമല്ല, സാക്ഷി മാത്രമല്ല. താങ്കൾ മനുഷ്യ ജീവിതത്തിൽ സാക്ഷിയാകുന്നത് പോലെ ഈ മനുഷ്യരുടെ മുമ്പിൽ ഒരു സന്തോഷ വാർത്ത താങ്കൾ അറിയിക്കണം. ഏത് സന്തോഷ വാർത്തയാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് ഒരു സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കണമെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ വലിയ ഒരു വിഷയമാണ്. മനുഷ്യരുടെ മുമ്പിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കൃത്യമായി നിർവചിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ബാധ്യതയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള നിർവചനം പഠിപ്പിക്കേണ്ടത് ഈ പ്രവാചകന്മാരുടെ ബാധ്യതയായിരുന്നു. മനുഷ്യനെ കുറിച്ച് നിർവചനം പഠിപ്പിക്കേണ്ടത് ഈ പ്രവാചകന്മാർ. അതിലൂടെയാണ് മനുഷ്യന് അവന്റെ രക്ഷാമാർഗം കണ്ടെത്താൻ കഴിയുക, അവന് സ്വർഗം കണ്ടെത്താൻ കഴിയുക. പ്രിയമുള്ളവരെ, അഥവാ വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ചര്യകൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യവംശത്തിന്റെ മുമ്പിൽ സന്തോഷ വാർത്ത അറിയിക്കുന്ന, മനുഷ്യന്റെ മുമ്പിൽ നരകത്തെക്കുറിച്ചുള്ള താക്കീത് നൽകുന്ന ഒരു പ്രവാചകനായിട്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അഥവാ നമ്മളൊക്കെ ചെന്ന് പതിച്ചേക്കാമായിരുന്ന അഗാധമായ ഗർത്തങ്ങളിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മളെ വഴികാട്ടി തന്ന ഒരു പ്രവാചകൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ചെറിയ ഒരു സംഗതിയല്ല. ഹിദായത്തിന്റെ മാർഗവുമായിട്ട് നമുക്ക് മുമ്പിലേക്ക് ജീവിതത്തിന്റെ എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റിയിട്ട് സർവാധിനാഥനായ റബ്ബുലിസത്തായ തമ്പുരാന്റെ സന്നിധിയിലേക്കുള്ള സഞ്ചാരത്തിന്റെ പാത തെളിയിച്ചു തന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം എങ്ങനെയാണ് നമുക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുക? സ്നേഹിച്ചേ മതിയാകൂ. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പരലോക വിജയത്തിന്റെ നിദാനം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അവിടെ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഇതൊരു ബാലപാഠമാണ്. ഒരുപാട് വിശദാംശങ്ങൾ ഇനിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലെ അനുകരിക്കപ്പെട്ടിട്ടുണ്ടോ? നടക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ റസൂൽ നടക്കുന്നത് പോലെ നടക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ റസൂല് ചിരിച്ചതുപോലെ ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിച്ചതുപോലെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിന്റെ റസൂല് ഉറങ്ങാൻ കിടന്നതുപോലെ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായിട്ടും ഇതുപോലെ അനുകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയും ലോകത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടിവരയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു വാക്ക്, അടിവരയിട്ട് ഓർത്തു വെക്കേണ്ട വാക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം പഠിക്കാൻ വേറെ 5 ലക്ഷം മനുഷ്യരുടെ ജീവിതത്തെ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപഗ്രഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം മാത്രമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ആ ജീവിതത്തിലെ ഓരോ അനക്കങ്ങളും ഹദീസുകളും സുന്നത്തുകളും നമ്മൾ പഠിക്കും. പ്രവാചക സന്നിധിയിലെ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ അടുത്ത് ഞാൻ വായിച്ചു. പ്രവാചക സന്നിധിയിലെ ഒരു ദിവസം, ഒരു വലിയ പുസ്തകമാണ്. ആ ഒരൊറ്റ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തെക്കുറിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തെക്കുറിച്ച്. ചില പുസ്തകങ്ങൾ നമ്മളെ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്നു. 1230 പേജുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മുഴുവനും വിശദീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച ഇൽമ് എന്നുള്ള പദമാണ്, വിജ്ഞാനം എന്നുള്ള പദമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ്.
1230 പേജുണ്ട്. ഇൽമ് അഥവാ വിജ്ഞാനം എന്നുള്ളൊരു പദം. ആ ഒരൊറ്റ പദത്തെ ഇത്രയേറെ വാക്കുകളിൽ വിശദീകരിക്കാൻ, ഇത്രയേറെ പേജുകളിൽ വിശദീകരിക്കാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇനിയും വിശദീകരിക്കാനുണ്ട്. പുതിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിജ്ഞാനങ്ങളെ കുറിച്ച് ഇനിയും എഴുതാം, അതേ ഇൽമ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് ഇതൊരു വലിയ വിസ്മയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്നത് ഇനിയും പഠിച്ചു തീർന്നിട്ടില്ലാത്ത ഒരു പാഠപുസ്തകം. ആ ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളും ഓരോരുത്തരിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടർമാരുടെ ജീവിതത്തിൽ അവർ പാലിച്ച ജീവിത വിശുദ്ധിയെ, സൂക്ഷ്മതയെ, സത്യസന്ധതയെ, അവരുടെ മാന്യതയെ, സ്നേഹത്തെ, കാരുണ്യത്തെ, അലിവിനെ ഓരോന്നിനെയും അപഗ്രഥിച്ചുകൊണ്ട് ഈ മനുഷ്യന് ഇന്ന ഭാഗത്ത് പിഴവ് പറ്റിയിട്ടുണ്ട്, വേണ്ട, അയാളുടെ ആ വാക്ക് സ്വീകരിക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാവുമോ ലോകത്ത്? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം പഠിക്കാൻ വേറൊരു 5 ലക്ഷം മനുഷ്യരുടെ ജീവിതം പഠിക്കുക, എന്നിട്ട് അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് മനോഹരമായി ലോകത്തിന്റെ മുമ്പിൽ മാതൃകായോഗ്യമായിട്ട് ആ അള്ളാഹുവിന്റെ റസൂലിനെയാണ് ലോകം വിമർശിക്കാൻ ചെയ്യുന്നത്. അതുകൂടി നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്ന് വിമർശിക്കും. അതെന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഏതൊന്നിന്റെ പേരിലാണോ നാം അഭിമാനബോധമുള്ളവരായി നിലകൊള്ളുന്നത്, ആ അഭിമാനബോധത്തോടു കൂടി നിലകൊള്ളുന്ന ഒന്നിനെ താറടിച്ചു കാണിച്ചാൽ അവന്റെ ആത്മവിശ്വാസം ചോർത്തിക്കളാൻ. സുന്ദരനായ ഒരു മനുഷ്യനെ അയാൾ വിരൂപനാണ് എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ അയാളുടെ സൗന്ദര്യത്തിലുള്ള ആത്മവിശ്വാസം ചോർന്നു പോകും. സമ്പന്നനായ ഒരു മനുഷ്യനെ അയാൾ പാപ്പരായവനാണ്, അയാളുടെ സമ്പത്ത് കൊണ്ടൊരു ഗുണവുമില്ല എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ അയാളുടെ ആത്മവിശ്വാസം ചോർന്നു പോകും. ആരോഗ്യമുള്ള ഒരു മനുഷ്യന് നീ രോഗിയാണ്, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, പ്രയാസം അനുഭവിക്കേണ്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ ആരോഗ്യത്തിലുള്ള ആത്മവിശ്വാസം ചോർന്നു പോകും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനും അവന്റെ ഇസ്ലാമും അവന്റെ റസൂലും അവന്റെ വിശുദ്ധ ഖുർആനും അവന്റെ അള്ളാഹുവും ഒക്കെ അവന്റെ അഭിമാനത്തിന്റെ ഹേതുവങ്ങളാണ്. അങ്ങനെ അവൻ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓരോന്നിനെയും താറടിച്ച് കാണിച്ചാൽ അവന്റെ ഉള്ളിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും അത് ഇല്ലാതാക്കി കളയാമെന്ന് ഈ സമൂഹം തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിക്കുന്നത്. പക്ഷെ അതവരുടെ വ്യാമോഹം മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈത്തലങ്ങൾ ഇങ്ങനെയായിരുന്നു, തലമുടി ഇങ്ങനെയായിരുന്നു, കണ്ണിങ്ങനെയായിരുന്നു, ശരീരത്തിന്റെ നിറം ഇങ്ങനെയായിരുന്നു, ചുണ്ടുകൾ ഇങ്ങനെയായിരുന്നു, കാൽപാദം ഇങ്ങനെയായിരുന്നു, കാലിന്റെ തണ്ട് ഇങ്ങനെയായിരുന്നു. ഓരോ അവയവങ്ങളെ കുറിച്ച് എന്ത് കൃത്യമായിട്ടാണ് കിതാബുകൾ പറയുന്നത്. പക്ഷെ ആ അവയവങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇന്നവരെ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഈ പറയപ്പെട്ട വിശേഷണങ്ങളിലൂടെ ഒരു ചിത്രം വരച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ചിത്രം വരച്ച് കാണാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചോ? ഒരാളും ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൂടിയിരിക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വൈകാരികതയെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റണം. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം വൈകാരികമാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോ? സ്വർഗത്തിൽ. ഇനി അതേ മാർഗമുള്ളൂ. അതൊരു വലിയ മർമ്മമാണ്. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നേർക്ക് നേരെ കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പക്ഷെ അതേ അള്ളാഹുവിന്റെ റസൂലിനെ നാളെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഒരു കുമ്പിൾ ഹൗദുൽ കൗസറിന്റെ പാനീയം വാങ്ങി കുടിച്ചുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാത്ത വിശ്വാസിയുണ്ടോ? ഇല്ല. കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാണണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സ്നേഹത്തെക്കുറിച്ച് ഞാൻ മുൻപ് പലപ്പോഴും ആവർത്തിച്ച ഒരു ചരിത്രമുണ്ട്. സൗബാൻ എന്ന് പറയുന്ന സഹാബി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നല്ല തടിച്ച ശരീരമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മെലിഞ്ഞത് കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, സൗബാൻ എന്ത് പറ്റി? നിനക്ക് വല്ല അസുഖവുമുണ്ടോ? നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു പ്രയാസവുമില്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എനിക്ക് അസുഖമില്ല. പിന്നെ നിന്റെ ശരീരം എന്തേ ശുഷ്കിച്ചു പോയത്, ക്ഷീണിച്ചു പോയത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ റസൂലെ, പേടിയാണ്. എന്ത് പേടി? മരിക്കാനുള്ള പേടിയാണോ? അല്ല. അല്ലെങ്കിൽ ദുനിയാവിലെ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണോ? അല്ല. അസുഖം വരുമെന്നുള്ള പേടിയാണോ? അല്ല.
ഭൗതികമായ ഒരു പേടിയും അദ്ദേഹത്തെ അലട്ടിയിട്ടില്ല. എന്താണ് പേടിയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ സന്നിഹിതനായിരിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്റെ പേടി, ഇപ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ കൺമുന്നിൽ കാണാൻ കഴിയുന്നത് പോലെ എന്റെ മരണാനന്തരം എനിക്ക് കാണാൻ കഴിയുമോ? അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാവുക സ്വർഗത്തിൽ എവിടെയാണ്? ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലാണ്. ഞാനോ സ്വർഗത്തിലാണ് പ്രവേശിക്കുന്നത് എങ്കിൽ പോലും ഞാനൊരു പക്ഷേ സ്വർഗത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ ആയിക്കൂടായികയില്ലല്ലോ. പേടിയതാണ്. അള്ളാഹു റസൂലിനെ കാണാൻ പറ്റുമോ ഇല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു. ചേർത്ത് പിടിക്കാതിരിക്കോ? അത്രമാത്രം അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന മനുഷ്യനെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം, സൂറത്തുൽ നിസായിലെ 69ാമത്തെ സൂക്തം പാരായണം ചെയ്തു വെച്ചു. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മഅൻ നബിയ്യിന മിനൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. തൗബാൻ, പേടിക്കണ്ട. നിന്റെ മനസ്സിലുള്ള ആഗ്രഹം നിനക്ക് അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം കിട്ടണമെന്നാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം മാത്രമല്ല, അംബിയാ, മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവർക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ട ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ, അഥവാ ജന്നാത്തുൽ ഫിർദൗസ്, പാരഡൈസ്, ഏറ്റവും ഉന്നതമായ ശ്രേണിയാണ്. അവിടെ നിനക്ക് ഇടം ലഭിക്കും. എങ്ങനെയാണെങ്കിൽ വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചാൽ. അതാണ് സ്നേഹം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചാൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഒരുപാട് മതസമൂഹങ്ങളുണ്ട്. ആ മതസമൂഹങ്ങൾക്കൊക്കെ പുണ്യപുരുഷന്മാരുണ്ട്. ആ പുണ്യപുരുഷന്മാരുടെ രൂപവും പ്രതിമയും ഒക്കെ വെച്ചിട്ട് ആരാധിക്കുന്നവരും അതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരും ആ രൂപങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പുണ്യപുരുഷന്മാരുടെ ആരുടെയെങ്കിലും ജീവിതം അതിന്റെ താഴെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? അവരുടെ കുടുംബജീവിതത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന ഈ പുണ്യപുരുഷൻ ജീവിച്ചതുപോലെ ഞാൻ എന്റെ കുടുംബജീവിതത്തിൽ ഇടപെടും, ഈ പുണ്യപുരുഷൻ പ്രവർത്തിച്ചതുപോലെ ഞാൻ എന്റെ ബിസിനസ്സിൽ ഇടപെടും, ഈ പുണ്യപുരുഷൻ പ്രവർത്തിച്ചതുപോലെ ഞാൻ എന്റെ അയൽവാസികളുമായിട്ട് ബന്ധപ്പെടും, ഈ പുണ്യപുരുഷൻ പ്രവർത്തിച്ചതുപോലെ ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള സഹകാരികളുമായിട്ട് അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. പക്ഷെ പുണ്യാത്മാക്കളെ, പുണ്യപുരുഷന്മാരെ കണക്കുകൂട്ടിയിട്ടുണ്ട്, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ രൂപം ഉണ്ടാക്കിയിട്ടില്ല, വരച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ജീവിതം വരച്ചു വെക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെ. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ വിശുദ്ധ ഖുർആൻ, മർദലൂക്ക് പിക്താൾ എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. അദ്ദേഹം തന്റെ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് എന്തോ ഒരു ഒച്ചപ്പാട് കേട്ടിട്ടാണ് താഴേക്ക് നോക്കി. എന്താണ് താഴെ നടക്കുന്ന ബഹളം എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരനെ കുറെ ആളുകൾ ചേർന്നിട്ട് വല്ലാതെ ശകാരിക്കുന്നുണ്ട്, അസഭ്യം പറയുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം ഇതൊക്കെ ശാന്തമായി ക്ഷമാശീലനായിട്ട് നിന്ന് കേൾക്കാം. കുറെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ മർദലൂക്ക് പിക്താൾ താഴെ ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളെന്തേ ഇത്രയും ശാന്തനായിട്ട് നിന്ന് കേട്ടു? താങ്കൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, പ്രതികരിക്കാമായിരുന്നില്ലേ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവരിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു, കൊടുക്കാമെന്ന് പറഞ്ഞ അവധി കഴിഞ്ഞു, പിന്നെയും അവധി കഴിഞ്ഞു. അതുകൊണ്ട് അവർ വന്ന് ശകാരിക്കുമ്പോൾ ആ ശകാരം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനിപ്പോൾ അത് അനുഭവിച്ചേ പറ്റൂ. ഞാൻ ക്ഷമയോടുകൂടി കാത്തു നിന്നേ പറ്റൂ. കാരണം അത് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. മർദലൂക്ക് പിക്താൾ ആലോചിക്കുന്നത് ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾ, 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നുള്ള ഈ ഒരു മാതൃക, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, ആരുടെയും ക്ഷമ കെട്ടുപോകാവുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ മനുഷ്യൻ അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട്
അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യയെ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ മുഹമ്മദ് എത്ര മഹോന്നതനായിരിക്കുമെന്ന് എനിക്കൊന്ന് പഠിക്കണം. ആ പഠനമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. ആ പഠനമാണ് ലോകത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ വിശുദ്ധ ഖുർആനിന്റെ തർജ്ജമയിലേക്ക്, ആ തർജ്ജമയിലൂടെ ലോകത്ത് ഒരുപാട് മനുഷ്യർക്ക് ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചം എത്തിക്കാൻ കഴിയുമെന്ന്. അപ്പോ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക അങ്ങനെയുണ്ടോ? അത്ഭുതകരമല്ലേ അത്? ഓരോ അനക്കങ്ങൾ ആ അത്ഭുതകരമായ സംഗതിയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിൽ ചേർത്ത് വമൻ യുതിഇല്ലാഹ വറസൂൽ. നിങ്ങളുണ്ടോ? അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് നാളെ അവർക്ക് അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം ഇരിപ്പിടമുണ്ടാകും. അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം വിശുദ്ധ ഖുർആൻ പറഞ്ഞ് നമ്മുടെ മനസ്സിലുണ്ടാക്കി തന്ന ഒരു സ്വർഗത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ ചില്ലറക്കാരല്ല, അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത്, നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആ ജന്നാത്തുൽ ഫിർദൗസിലുള്ളത് മിനൻ നബിയ്യീന, എന്ത് അടുക്കും ചിട്ടയോട് കൂടിയിട്ടാണ് അല്ലാഹു പറഞ്ഞത്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അംബിയാ മുർസലീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. എന്നിട്ട് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, വഹസുന ഉലൈക റഫീഖ. ഇതിനേക്കാൾ നല്ലൊരു കൂട്ടുകാരനെ നിങ്ങൾക്ക് കിട്ടും? ഈ കിട്ടുന്നതിനേക്കാൾ നല്ലൊരു കൂട്ടുകാരനെ നിങ്ങൾക്ക് കിട്ടും? അങ്ങനെ കൂട്ടുകാരൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കേണ്ട പാഠം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പള്ളികൾ ഒന്നടങ്കം മാലബൾബ് തൂക്കി അലങ്കരിച്ചതിലൂടെയോ കുറെ കെട്ടുകാഴ്ചകളിലൂടെയോ നടത്തപ്പെടുന്ന ആഘോഷങ്ങളിലൂടെയോ അല്ല അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വലതുകാല് ധരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. നിങ്ങൾ തലമുടി ചെയ്യാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലതുവശത്ത് നിന്ന് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ വലതുവശത്ത് നിന്ന് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. വസ്ത്രം അഴിച്ചു മാറ്റുമ്പോൾ ഇടതുവശത്ത് നിന്ന് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. നിങ്ങൾ വിസർജനത്തിന് കയറുമ്പോൾ ഇടതുകാല് വെച്ചും പുറത്തിറങ്ങുമ്പോൾ വലതുകാല് വെച്ചും ഇറങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. ഓരോന്നും അങ്ങനെ അള്ളാഹു റസൂലിനെ സ്നേഹിക്കാൻ കഴിയുമോ? ഇതിനപ്പുറം കുറെ സ്നേഹമുണ്ട്. ആ സ്നേഹത്തെ ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ആഴ്ചകളിൽ അത് വിശദീകരിച്ച് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അതിലൂടെ അംബിയാ മുർസലീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒക്കെയുള്ള ഏറ്റവും ഉന്നതമായ സ്വർഗത്തിന്റെ ഏറ്റവും നല്ല ശ്രേണിയിൽ സൗബാൻ അല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിച്ചതുപോലെ എത്തിപ്പെടാൻ കഴിയുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.